ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയായി മാറിയത് എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് പ്രഗ്നന്റ് ആയിരിക്കുന്ന ആൻഡ് ഓൾസോ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന മോംസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആൻഡ് ഇപ്പം ഞാൻ ഈ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ശരീരത്തിൽ ഉണ്ടായ ചേഞ്ചസ്, എൻ്റെ വെയിറ്റ് എങ്ങനെയാണ് ലോസ് ആയത് എന്നുള്ള കാര്യം മാത്രമാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. എൻ്റെ പ്രഗ്നൻസിക്ക് മുന്നേ വരെ ഞാൻ അത്ര അങ്ങനെ ഒരു വെയിറ്റ് ഭയങ്കര ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. ഭയങ്കര മെലിഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ശരീരപ്രകൃതിയുള്ള ഒരാളാണ് ഞാൻ. സോ ഞാൻ അറൗണ്ട് ഒരു 49 കഷ്ടിച്ച് 50 ഒന്നും എത്തിയിട്ട് തന്നെ ഉണ്ടാവില്ല തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പ്രഗ്നൻസിക്ക് മുന്നേ വരെ അങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്യുമല്ലോ, അപ്പം തൊട്ടാണ് ഇങ്ങനെ വെയിറ്റ് മെല്ലെ മെല്ലെ കൂടി 50, 51, 53 എന്നൊക്കെ പറഞ്ഞ് 55 ആയി, 60 ആയി, അങ്ങനെ 65 എന്നൊക്കെ പറഞ്ഞ് കൂടി വന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു എൻ്റെ ഡെലിവറി ടൈമൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഒരുപാട് വണ്ണമൊന്നും വെച്ച് വീർത്തിട്ടല്ല. എൻ്റെ വളകാപ്പിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം. കാണുമ്പോൾ അത്ര ഭയങ്കര വണ്ണമൊന്നും തോന്നില്ല, കാരണം ഞാൻ ഓൾറെഡി വണ്ണമില്ലാത്ത മെലിഞ്ഞിട്ടുള്ള ഒരാളായത് കാരണം ഒരു മീഡിയം ആയിട്ടുള്ള ഒരു വെയിറ്റാണ് എനിക്കുണ്ടായത്, തടിയാണ് തോന്നിക്കുന്നത്. ആൻഡ് അതിനുശേഷം ലാസ്റ്റ് 9th മന്തിൽ എൻ്റെ അറിവിൽ എനിക്ക് വെയിറ്റ് ചെക്ക് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അറൗണ്ട് ഒരു 70 തൊട്ടിട്ടുണ്ടാവും, മേ ബി 69, 68, 70 അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വെയിറ്റ് ആയിരിക്കും എനിക്കുണ്ടാവുക. ആൻഡ് അതിനുശേഷം ഡെലിവറി കഴിഞ്ഞു. ഡെലിവറിക്ക് ശേഷം ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് ആ വെയിറ്റിൽ നിന്നും വീണ്ടും ഞാൻ ഇൻക്രീസ് ആയിട്ടുണ്ട്, കൂടിയിട്ടുണ്ടാവാനാണ് ചാൻസ്. കാരണം അതിനുശേഷം ഞാൻ കുറച്ച് നല്ല തടി വെച്ചതായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ കാണുന്ന എല്ലാവരും പറഞ്ഞിട്ടും. അങ്ങനെ ഡെലിവറി കഴിയുന്നു. എല്ലാവർക്കും അറിയാലോ, നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മളെ ഡ്രസ്സിൻ്റെ സൈസൊക്കെ ഭയങ്കരമായിട്ട് വലുതാവും, അങ്ങനെയൊക്കെ ആവും. പക്ഷെ ഞാൻ ആ വലിയ ഡ്രസ്സ് ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് തോന്നി. അപ്പോൾ ഞാൻ നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ നല്ല വണ്ണവും വെച്ചിട്ടുണ്ട്, ശരീരമൊക്കെ നല്ല ഇതായിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ ആകെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് റൈസ് അധികം എടുക്കാൻ പാടില്ല മീൻസ് നമുക്ക് ആനനെ കഴിക്കാനുള്ള വിശപ്പായിരിക്കും നമ്മൾ ഡെലിവറി കഴിഞ്ഞ ശേഷം. പ്രഗ്നൻ്റ് ആയിരിക്കും ഒരു 5-6 മാസത്തിൽ തന്നെ ഭയങ്കര വിശപ്പ് ഉണ്ടാവും. പക്ഷെ അതിനേക്കാളൊക്കെ ഭയങ്കര ഇരട്ടി വിശപ്പായിരിക്കും നമ്മൾ ഡെലിവറി കഴിഞ്ഞിരിക്കുമ്പോൾ. കാരണം പാല് ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ നമ്മൾ കിട്ടിയതൊക്കെ നന്നായിട്ട് കഴിക്കും. ഞാനും കഴിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഫുഡ് കഴിക്കായിരുന്നു. പക്ഷെ റൈസ് മനസ്സിൽ കുറച്ചൊന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത്ര കഴിക്കണമെന്ന് വിചാരിച്ചാൽ കുറച്ച് ഇത്ര കഴിക്കും, അങ്ങനെ. പിന്നെ ബാക്കി ഞാൻ കുറച്ചും കൂടെ കുറയ്ക്കും. പിന്നെ ഭയങ്കര ഉപ്പേരി ഇതൊക്കെ പച്ചക്കറി നിറയെ കഴിക്കും. അങ്ങനെയൊക്കെ ആണ് തോന്നുന്നു ഞാൻ ആ വെയിറ്റിൽ ആ ഒരു തടിയിൽ തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് നിന്നത്. വീണ്ടും തടിക്കാത്തത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഇതിൽ ഞാൻ ഈ തടി പറയുമ്പോൾ തടിക്കുന്നത് തെറ്റാണ് എന്നല്ല, എനിക്ക് എൻ്റെ ബോഡിക്ക് ഇനി ഓവർ വെയിറ്റ് വേണ്ട എന്നുള്ള ഒറ്റ ഒരു ഡിസിഷൻ കൊണ്ട് മാത്രമാണ്, വേറെ ഒന്നുമല്ല. അങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ ആ ഒരു 5.5 മന്ത്സ് നിന്നവരെയും ഞാൻ എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സ്നാക്സ് ഒന്നും അധികം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും കഴിച്ചു, അത്ര തന്നെ. പിന്നെന്താ, ഓയിലി ഫുഡ്സ് എപ്പോഴെങ്കിലൊക്കെ കഴിക്കും, അത്ര. ഞാൻ 6 മാസവും എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയില്ലേ, 6 മാസവും പാല് മാത്രമാണ് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളും ഇഷ്യൂസും എൻ്റെ വീട്ടിലുണ്ടായി, എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടായി. ആൻഡ് എൻ്റെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സൊന്നും അത് അലൗ ചെയ്തില്ല. കുട്ടിക്ക് പാല് കൊണ്ട് മാത്രം വിശപ്പടങ്ങില്ല, അങ്ങനെ ബ്ലാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായി. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. അതിൻ്റെ പിറകെ കുറേ ട്രോമയും അങ്ങനെ ഒരുപാട് സ്ട്രെസ്സും ഒക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട് എൻ്റെ ലൈഫിലും. അതിനെക്കുറിച്ച് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നില്ല, അതിന് സെപ്പറേറ്റ് വീഡിയോ തന്നെ വേണ്ട വരും കേട്ടോ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വെയിറ്റ് ലോസിൻ്റെ കാര്യമല്ലേ പറയുന്നത്, അപ്പോൾ അത് മാത്രം പറയാം. അപ്പോൾ ഞാൻ ആ പാല് മാത്രമാണ് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ 6 മാസം തികയണ വരെയും. അപ്പോൾ അതുകൊണ്ടും എൻ്റെ വെയിറ്റ് മെല്ലെ ഡൗൺ ആയി വന്നിട്ടുണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ആൻഡ് റൈസ്, കാർബോഹൈഡ്രേറ്റ്, അരി 3 നേരം 4 നേരം വെച്ചിട്ട് ഞാൻ ചോറ് അങ്ങനെ കഴിച്ചിട്ടില്ല. ആൻഡ് ജങ്ക് ഫുഡ്സ് വളരെ കുറവായിട്ടേ കഴിച്ചിട്ടുള്ളൂ. റെയറായിട്ട് എപ്പോഴെങ്കിലും വെളിയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ മാത്രം ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചു വരുന്നല്ലാതെ
അങ്ങനെ സ്ഥിരമായിട്ട് ഓയിലി ഫുഡ്സ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് എൻ്റെ വീട്ടിലങ്ങനെ അലൗഡ് അല്ലാത്തത് കൊണ്ട് അതും ഒരു റീസണാണ്. 6 months തികഞ്ഞിട്ടുണ്ടാവില്ല, ഒരു 5.5 months അടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ നിന്നിട്ടുണ്ടാവണം. 5.5 months ഉണ്ട്. അപ്പം അതുവരെയും ഞാൻ നല്ല തടിയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു 6 months ഒന്നും തികഞ്ഞിട്ടില്ല, അതിന് മുന്നേ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം അവിടെ ഒരു കുറച്ച് ദിവസം നിന്നു. ആൻഡ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വേറെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആവേണ്ട ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഞാനും ഹസ്ബൻഡും പിന്നെ നമ്മുടെ ബേബിയും, അപ്പോൾ ആ ഒരു 6 മാസമൊക്കെ തികഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾ വീട് മാറി സെപ്പറേറ്റഡ് ആയിട്ട് സ്റ്റേ തുടങ്ങി. ആ വീട് മാറിയ ഒരു 6-ാം മാസം, എൻ്റെ കുട്ടിക്ക് 6-ാം മാസം ആയപ്പോൾ തൊട്ടാണ് എൻ്റെ വെയിറ്റ് ലോസ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടായിട്ടുള്ളത്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഞാൻ വീട് മാറിയ ശേഷം എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണം. അതുവരെ എൻ്റെ വീട്ടിലായിരുന്നത് കൊണ്ട് എൻ്റെ അമ്മ നോക്കും ബേബീൻ്റെ കാര്യങ്ങൾ. പിന്നെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു, അപ്പോൾ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല, എന്നാലും. അപ്പം നമ്മൾ അതിനുശേഷം ഹസ്ബൻഡ് അവിടെ വന്നാൽ പോലും അത്രയും ഒരുപാട് മാസങ്ങളൊന്നും അവിടെ സ്റ്റേ ചെയ്തിട്ടില്ല. കുറച്ച് ദിവസമൊക്കെ നിന്നു, അതിന് ശേഷം ഞങ്ങൾ വീട് മാറുക ചെയ്ത്. അപ്പോൾ ഇതിപ്പോൾ ഒറ്റയ്ക്കായി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം. ഫുഡ് ഉണ്ടാക്കണം, 3 നേരത്തെ ഫുഡ്. ബേബി 6 months ആയാലും ഇപ്പോൾ ഫുഡ്, ബേബിക്കുള്ള ഫുഡും കൊടുക്കണം. പിന്നെ ഫുൾ ടൈം ബ്രസ്റ്റ് ഫീഡിങ്, പാല് കുടിക്കുന്ന കുട്ടിയാണ്, നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടിയാണ് കേട്ടോ. രാത്രിയും പകലും ഒക്കെ ആൾക്ക് നന്നായിട്ട് പാല് വേണം, അങ്ങനത്തെ ഒരു ആളാണ്. അപ്പോൾ പിന്നെന്താ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ പെട്ടു. ആൻഡ് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ തട്ടിയും മുട്ടിയും എങ്ങനെയൊക്കെയോ ചെയ്ത് മുന്നോട്ട് പോയി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു കിട്ടും ഞാൻ ആ ഒരു ടൈമിൽ. അങ്ങനെ നമ്മളെ ഫുഡ് ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ബേബിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ കഴിച്ച ക്വാണ്ടിറ്റിയും വളരെ കുറവായിരിക്കാം, കാരണം നമുക്ക് എല്ലാം കൊണ്ടും പറ്റില്ല. കുക്ക് ചെയ്ത് അതുമ്പോഴേക്കും കുട്ടി കാര്യം പോയി നോക്കണം, അതിനെ കുളിപ്പിക്കണം, എടുക്കണം, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എനിക്ക് എൻ്റെ ടൈമിങ്സ് ഒക്കെ തെറ്റിപ്പോയി. എൻ്റെ ഫുഡ് ശരിയല്ലാതായി. ചില നേരം ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ടൈം തെറ്റിപ്പോയ ശേഷം ഞാനത് കഴിക്കാതെ വിട്ടുപോയി. അങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ വെയിറ്റ് കുറയാൻ തുടങ്ങി. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ വെയിറ്റ് കുറഞ്ഞ് നന്നായിട്ട് കുറഞ്ഞു വന്നു. പക്ഷെ ഞാനിത് നോട്ടീസേ ചെയ്തിട്ടില്ല കേട്ടോ. ഇതെല്ലാം ഒറ്റയ്ക്ക് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാത്ത ഒരാളാണ്. അതിൻ്റെ കൂടെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒറ്റയ്ക്ക് പറ്റാത്തൊരു സിറ്റുവേഷനിൽ എൻ്റെ കയ്യിലൊരു കുട്ടിയും ഉണ്ട്. അതിൻ്റെ കാര്യം നോക്കണം എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ ഹസ്ബൻഡ് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആളില്ലെങ്കിൽ എനിക്കതൊന്നും ആ ഒരു സ്റ്റേജ് ഒന്നും കടന്നു വരാൻ പറ്റിയിട്ടേ ഉണ്ടാവില്ല. കാരണം അത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ എനിക്ക് വേറെയും കുറേ പ്രശ്നങ്ങളുണ്ടായി. ശാരീരികമായിട്ടും വേറെ കുറേ പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ എനിക്ക് വന്നു. ഈ പാല് കൊടുക്കുന്നതിൻ്റെ കുറേ പ്രശ്നങ്ങൾ വന്നു. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അതിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത് എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ്. അങ്ങനെ അങ്ങനെ ഞാനല്ലാതെ സെപ്പറേറ്റ് ഇതിനു വേണ്ടി എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ വാക്കിങ്ങിന് പോവുക, മെഡിറ്റേഷൻ ചെയ്യുക, ഇതൊന്നും എൻ്റെ ലൈഫിൽ എനിക്ക് പോസിബിൾ അല്ല കേട്ടോ. ആയിരുന്നില്ല. മാക്സിമം മോസ്റ്റ്ലി ആളുകളുടെ ലൈഫിൽ ഇത് പോസിബിൾ ആയിരിക്കില്ല. മേ ബി ചില ആൾക്കാർക്ക് പോസിബിൾ ആയിരിക്കും, കാരണം അവരുടെ കൂടെ നോക്കാനും സെർവൻസും ആളുകൾ ഒരുപാട് പേരുണ്ടെങ്കിൽ അവർക്ക് മേ ബി വാക്കിന് ഡെയിലി പോകാനും മെഡിറ്റേഷൻ കാര്യങ്ങൾ, സ്കിൻ കെയർ, അതിനൊക്കെ ഒരുപാട് ടൈം ഉണ്ടാകും. പക്ഷെ ഞാൻ എന്നെ ഒട്ടും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. പക്ഷെ അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ സ്കിന്നായാലും എൻ്റെ ഹെൽത്ത് ആയാലും ഞാൻ ഒട്ടും ശ്രദ്ധിക്കാതെ ഇരുന്ന എൻ്റെ ലൈഫിലെ ഞാൻ ശ്രദ്ധിക്കാത്ത ആ ഒരു ടൈം എൻ്റെ ആ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ 5.5 months ആണ്. അങ്ങനെയാണ് എൻ്റെ വെയിറ്റ് നന്നായിട്ട് ഡൗൺ ആയത്. എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഞാൻ ചെയ്ത തെറ്റുകൾ ഇത് കാണുന്ന ആൾക്കാർ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങളൊരു ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. കാരണം നമ്മളെ കുറച്ചെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്കിന്ന്, നമ്മുടെ ഫേസ്, നമ്മുടെ ബോഡി, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇതെല്ലാം നശിച്ച് ഇല്ലാതാവണ ഒരു സ്റ്റേജാണ് ഈ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവുക. കാരണം പ്രഗ്നൻ്റ് ആവുക, ആ ഒരു ജേർണി, അതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്ന് ആളുകൾ പറഞ്ഞു തന്നാലും അതെല്ലാവരും കൊട്ടി ആഘോഷിക്കും. കാരണം നമ്മുടെ
ബേബി ഷവറും അതും ഇതും, ഡെലിവറി കഴിഞ്ഞ കുട്ടീനെ കാണാൻ വരലും 28ഉം, ഇതെല്ലാം ഭംഗിയായിട്ട് ആളുകൾ ചിരിച്ച മുഖത്തോടെ വന്ന് നോക്കി പോവെങ്കിലും നമ്മൾ അനുഭവിക്കാൻ പോകുന്ന പോസ്റ്റ് പാർട്ടം പീരീഡ് ഉണ്ടല്ലോ, ആരും പറഞ്ഞതില്ല. എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ, ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാനിങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാവുന്നത് തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതിലേക്ക് എനിക്ക് എൻ്റെ പേരൻസ് പോലും, എൻ്റെ അമ്മ പോലും എൻ്റെ അടുത്ത് ഇത്രയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് എനിക്കത് ഭയങ്കര ഒരു ട്രോമയായിട്ട് മാറി. എൻ്റെ പെട്ടെന്ന് എനിക്കൊരു നൈറ്റ് മെയർ ആയിട്ടൊക്കെ, എനിക്ക് ഭയങ്കര പേടി സ്വപ്നമൊക്കെയാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ള എല്ലാ ട്രോമയും കാര്യങ്ങളൊക്കെ. ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ ലോകത്തിൽ എത്ര പേര് 10ഉം 12ഉം പെറ്റ് കൂട്ടണോ അതൊന്നും അത് അവരുടെ ചോയ്സാണ്. അവരുടെ സിറ്റുവേഷൻ പലതാവാം, അവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ അവർക്ക് പുറത്ത് പറയാനുള്ള വോയിസ് ഇല്ല. പക്ഷെ എനിക്ക് ഇങ്ങനൊരു മീഡിയം ഉള്ളത് കൊണ്ട് ഞാൻ ഇത് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നു. 4 ആൾക്കാരുടെ മൈൻഡ് അതുകൊണ്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ മാത്രം ഒറ്റയ്ക്കല്ല എന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരാൾക്കെങ്കിലും തോന്നിയാൽ അതൊരു ഭയങ്കര നല്ലൊരു കാര്യമല്ലേ. ഞാൻ അനുഭവിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, ബാക്കി എല്ലാവരും ഇതേപോലെ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് ആ ഒരു ഫീലിംഗ് എങ്കിലും കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസും ഓരോരുത്തരുടെയും ലൈഫും ഡിഫറെൻ്റ് ആണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതാവില്ല ചിലപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുക, അതാവില്ല ചിലപ്പോൾ നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുക. എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറി മാത്രമാണ് ഞാനിതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മളെ കുറച്ചെങ്കിലും ടേക്ക് കെയർ ചെയ്യുക കേട്ടോ. അതിപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ടാണെങ്കിലും ഒരുപാട് അങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. കാരണം നമ്മുടെ ബേബീനെ നോക്കാൻ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞാൽ അതിനിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കാൻ അത്രയും പേരുണ്ടാവും ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ നമ്മളെ ഒരു മനുഷ്യനെ കൂട്ടി തിരിഞ്ഞു നോക്കില്ല. സോ നമ്മുടെ ഹെൽത്തും നമ്മുടെ ലുക്സും എല്ലാം മാറ്റേഴ്സാണ്. എല്ലാം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മളെ എത്താൻ പറ്റില്ല ഒരിക്കലും. പക്ഷേ നമ്മുടെ ഹാപ്പിനെസ് നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് ഇല്ലാതാക്കിയതുപോലെ നിങ്ങളും അത് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കുക, നല്ല ഫുഡ് കഴിക്കുക. അതിനുശേഷം ബേബീനെ നോക്കുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം നമ്മുടെ ശരീരം നമ്മൾ നോക്കിയിട്ട് ബേബിക്ക് ഉള്ള കാര്യങ്ങൾ നോക്കുക. അതിനിപ്പോൾ കേൾക്കുന്നവർ എങ്ങനെ എടുത്താലും എന്ത് സെൻസിലെടുത്താലും ഐ ഡോണ്ട് കെയർ. പക്ഷേ ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതാണത്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ ഒരു ജേണി ഇതായിരുന്നു. ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് തന്നെയായിരുന്നു. അതിൽ നിന്നും ഇപ്പം ഞാനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ ഒരു ലെവലിൽ എന്നെ ആക്കിയെടുക്കാൻ തന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറയാം. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ബേബീനെ വെച്ച്. പക്ഷെ ആൾക്കിപ്പോൾ 2 വയസ്സ് ആയി, 2 years ആയി. ഇപ്പം എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു വന്ന് ആ ഒരു ബുദ്ധിമുട്ടുള്ള വഴികളൊക്കെ കടന്ന് വന്ന് ഞാൻ ഇപ്പം അത് കുറച്ചുകൂടി സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴും സ്ട്രഗിൾസ് ഇല്ല എന്നല്ല, എന്നാലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആ ഒരു ഫേസൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ടേക്ക് തന്നെ വന്നു. ഇതാണ് എൻ്റെ ഒരു സ്റ്റോറി കേട്ടോ. ഈ സ്റ്റോറി എത്ര പേർക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ എത്ര പേര് ഫുള്ളായിട്ട് കാണുമെന്ന് എനിക്കറിയില്ല. ഈ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ആൻഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് പോണേ. ആൻഡ് നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഇതേപോലെയുള്ള എൻ്റെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടും അങ്ങനെ പല സ്റ്റോറീസ് ആയിട്ടൊക്കെ ഞാൻ ഇടയ്ക്ക് വരാമെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് തന്നെ പോകണം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.